morning, my dear students. Welcome back to SS class. Today we will start with the impact and result of French Revolution. Impact means പ്രത്യാഘാതങ്ങൾ, റിസൾട്ട് ഫലങ്ങൾ. എന്തെല്ലാം സംഭവങ്ങളാണ്, അതുപോലെ തന്നെ എന്തെല്ലാം ഫലങ്ങളാണ് ഫ്രഞ്ച് റവല്യൂഷനിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. In the previous section, we studied about the people of Third Estate declared themselves a national assembly, and they had drafted a constitution for France that would limit the power of king. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് തേർഡ് എസ്റ്റേറ്റിലെ ആളുകൾ നാഷണൽ അസംബ്ലി സ്വയം പ്രഖ്യാപിക്കുകയും ഫ്രാൻസിന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷനിൽ രാജാവിൻ്റെ അധികാരപരിധി ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. While the National Assembly was busy at Versailles drafting a constitution, the rest of France seized with the turmoil. നാഷണൽ അസംബ്ലി വേഴ്സായിസിൽ രൂപീകരിക്കുന്ന സമയത്ത്, ബിസിയായിരുന്ന സമയത്ത് ഫ്രാൻസിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ടർമോയിൽ, സ്ട്രഗിൾ, സമരം ആരംഭിച്ചിരുന്നു. What was the reason for that struggle? Because a severe winter and mean a bad harvest. അതികഠിനമായ തണുപ്പ് മൂലം നല്ല രീതിയിൽ വിളവെടുപ്പ് നടത്തുവാനായിട്ട് സാധിച്ചിരുന്നില്ല. ഹാർവസ്റ്റ്, വിളവെടുപ്പ്. The price of bread rose. The important diet of France is bread. ബ്രെഡ് ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആഹാരം. അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തിരുന്നു. Often bakers exploited the situation and hoarded supplies. ബേക്കേഴ്സ്, ബ്രെഡ് ഉണ്ടാക്കുന്നവർ, അതുപോലെ തന്നെ ബേക്കറിക്കാർ, hoarded supplies. hoarded means hidden. ബ്രെഡ് പൂഴ്ത്തിവെച്ചിരുന്നു. hoarded supplies. After spending hours in long queues at the bakery, crowds of angry women stormed into the shops. ബ്രെഡ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വന്നു. At the same time, women stormed into the shops. സ്ത്രീകൾ ബേക്കറി ഷോപ്പ് അറ്റാക്ക് ചെയ്തു. At the same time, the king ordered troops to move into Paris. ആ സമയത്താണ് ലൂയിസ് 16 സോൾജിയേഴ്സിനെ പാരീസിലേക്ക് അയച്ചിരുന്നത്. പാരീസിൽ സോൾജിയേഴ്സിനെ നിർത്തിയിരുന്നു. പട്ടാളക്കാരെ പാരീസ് നഗരത്തിൽ വിന്യസിപ്പിച്ചിരുന്നു. On 14th July, the agitated crowd stormed and destroyed Bastille. 14-ാം തീയതി ജൂലൈയിൽ അജിറ്റേറ്റഡ് ക്രൗഡ്, അജിറ്റേറ്റഡ് സമരക്കാരായിട്ടുള്ള ജനക്കൂട്ടം, അജിറ്റേഷൻ മീൻസ് സമരം, ക്രൗഡ് ജനക്കൂട്ടം, stormed and destroyed the Bastille. ബാസ്റ്റിൽ കൊട്ടാരം ആക്രമിക്കുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. Of the countryside, rumors spread from village to village that the lords of manor had hired bands of brigands who were on their way to destroy the ripe crops. At the same time, a rumor was spread from village to village. ആ സമയത്താണ് a rumor was spread from village to village. റൂമർ പരന്നിരുന്നത്, ഒരു ന്യൂസ് പരന്നിരുന്നത്. What was the news? Lords of manor. Manor means
an estate consisting of Lord's land and his mansions. പ്രഭുക്കന്മാരുടെ കൊട്ടാരം, അതാണ് മാനർ. Lords of manor had hired bands of brigands. ബാൻഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്, ബ്രിഗൻഡ് എന്ന് പറഞ്ഞാൽ റോബറി, കവർച്ചക്കാരുടെ കൂട്ടത്തെ ലോർഡ്സ് ക്ഷണിച്ചിരുന്നു അല്ലെങ്കിൽ വാടകയ്ക്കെടുത്തിരുന്നു. ഹയർഡ് bands of brigands who were on their way to destroy the ripe crops. പാകമായിട്ടുള്ള ധാന്യങ്ങൾ മുഴുവൻ നശിപ്പിച്ച് കളയുന്നതിന് വേണ്ടിയിട്ട് ലോർഡ്സ്, ഭൂ ഉടമകൾ വാടകയ്ക്ക് കവർച്ചക്കാരെ വിളിച്ചു വരുത്തിയിരുന്നു. പാകമായിട്ടുള്ള റൈപ്സ് നശിപ്പിച്ച് കളയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത്. Caught in a frenzy of fear, peasants, several districts seized hoes and pitchforks and attacked shatterers. Caught in a frenzy of fear, അതിഭയങ്കരമായി പേടിച്ചുകൊണ്ട്, ഭ്രാന്തമായിട്ട് പേടിച്ചുകൊണ്ട്, peasants in several districts, ധാരാളം peasants, farmers, seized hoes and pitchforks. ഹൂക്സ് എന്ന് പറഞ്ഞാൽ തൂമ്പ, പിച്ച്ഫോക്സ് എന്ന് പറഞ്ഞാൽ മണ്ണുമാന്തി, ഇങ്ങനെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അറ്റാക്ഡ് ഷട്ടോക്സ്. വാട്ട് ഈസ് ഷട്ടോക്സ്? ഷട്ടോക്സ് മീൻസ് കാസിൽ ഓർ റെസിഡൻസ് ബിലോങ്ങിങ് ടു കിങ് ഓർ നോബിൾമാൻ. നോബിൾമാൻ, ഉന്നത കുലത്തിൽ ഹയർ ക്ലാസ് പീപ്പിൾ അല്ലെങ്കിൽ രാജാക്കന്മാർ താമസിക്കുന്ന കൊട്ടാരത്തിനെയാണ് ഷാട്ടോക്സ് എന്ന് പറയുന്നത്. ഷാട്ടോക്സ്, കാസിൽ ഓ റെസിഡൻസ്. കാസിൽ എന്ന് പറഞ്ഞാൽ കൊട്ടാരം, റെസിഡൻസ് അല്ലെങ്കിൽ വീട്. ബിലോങ്ങിങ് ടു എ കിങ് ഓർ നോബിൾമാൻ, ഹയർ ക്ലാസ് ഫാമിലിയിലുള്ള ആളുകൾ താമസിക്കുന്ന, രാജാക്കന്മാർ താമസിക്കുന്ന ഷാട്ടോക്സ് പെസൻസ് അറ്റാക്ക് ചെയ്തു. They looted hoarded grain. അവരെന്ത് ചെയ്തു? പൂട്ടി വെച്ചിരുന്ന, hoarded grain means hidden, ധാന്യങ്ങൾ അവർ കൊള്ളയടിച്ചു. Looted means കൊള്ളയടിക്കുക. And burned down documents containing records of manorial dues. അതുമാത്രമല്ല, manorial dues. Manorial dues means peasants gave rent to the landlords. ലാൻഡ്ലോഡ്സിന് കൊടുക്കുന്ന റെന്റ്, വാടക, അതിനെയാണ് manorial dues എന്ന് പറയുന്നത്. അതടങ്ങിയിട്ടുള്ള റെക്കോർഡ്സ് എല്ലാം പെസൻസ് നശിപ്പിച്ച് കളഞ്ഞിരുന്നു. They looted hoarded grain and burned down documents containing records of manorial dues. A large number of nobles fled from their homes. Many of them migrating to neighboring countries. At that time, a large number of nobles, higher class people, fled from their homes. അവരുടെ വീടുകളിൽ നിന്ന് അവർ ഓടിപ്പോയിരുന്നു. Many of them migrating to neighboring countries. അടുത്തുള്ള നെയ്ബറിംഗ് കൺട്രീസിലേക്ക് അവർ മാറിക്കളഞ്ഞിരുന്നു. Nobleman. These are the impact of French Revolution. Another, what was the result of this revolution? Faced with power of this revolting subjects, Louis XVI finally accorded recognition to the National Assembly and accepted the principle that powers would from now on be checked by a constitution. അതായത് പ്രതിഷേധത്തിൻ്റെ ശക്തി ആളിക്കത്തിയപ്പോൾ, അല്ലെങ്കിൽ പ്രതിഷേധത്തിൻ്റെ ശക്തി കൂടുതലായി മനസ്സിലാക്കിയപ്പോൾ, Louis XVI accorded recognition to the National Assembly. National Assembly Louis XVI അംഗീകരിച്ചു. And accepted the principle അംഗീകരിച്ചു that his powers
would from now on be checked by a constitution. രാജാവിൻ്റെ പദവി അല്ലെങ്കിൽ പവർ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ നാഷണൽ അസംബ്ലിയും ചെക്ക് ചെയ്യുമായിരുന്നു. അവരുടെ നിയന്ത്രണത്തിലായിരുന്നു രാജാവിൻ്റെ അധികാരം. On the night of 4th August 1789, the assembly passed a decree abolishing the feudal system of obligation and taxes. On 4th August 1789, ഓഗസ്റ്റ് 4-ാം തീയതി 1789 അസംബ്ലി പാസ്ഡ് എ ഡിക്രി. ഡിക്രി മീൻസ് ഒഫീഷ്യൽ ഓർഡർ. ഒഫീഷ്യൽ ഓർഡർ, ഒരു ഓർഡർ അവർ ഡിക്ലെയർ ചെയ്തിരുന്നു. അസംബ്ലി പാസ്സാക്കി. അബോളിഷിംഗ് ദ ഫ്യൂഡൽ സിസ്റ്റം ഓഫ് ഒബ്ലിഗേഷൻ. ഫ്യൂഡൽ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന പ്രിവിലേജസിനെ എല്ലാം അബോളിഷ് ചെയ്തു. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ് ഡിഡ് നോട്ട് പേ ദ ടാക്സസ്. ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റ്സിലുള്ള ആൾക്കാർ ടാക്സസ് ഒന്നും അടയ്ക്കേണ്ടിയിരുന്നില്ല. സ്പെഷ്യൽ പ്രിവിലേജസ്, അത് പ്രത്യേക അധികാരമായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റിയിരുന്നു. തിത്തീസ് വെയർ അബോളിഷ്ഡ്. തിത്തീസ്, what do you mean by തിത്തീസ്? ചർച്ച് കളക്ട് ടാക്സ് ഫ്രം ദ പ്രസൻസ്. പ്രസൻസിൽ നിന്ന് ചർച്ച് കളക്ട് ചെയ്തിരുന്ന ടാക്സിനെയാണ് നമ്മൾ തിത്തീസ് എന്ന് പറയുന്നത്. തിത്തീസ് അബോളിഷ് ചെയ്തു, ഇല്ലാതാക്കി. ആൻഡ് ലാൻഡ്സ് ഓൺഡ് ബൈ ചർച്ച് വെയർ കോൺഫിസ്കേറ്റഡ്. ചർച്ചിന്റെ കയ്യിലുണ്ടായിരുന്ന ലാൻഡ് എല്ലാം ആഡഡ് ടു ദ ഗവൺമെന്റ്, ഗവൺമെന്റിലേക്ക് ആഡ് ചെയ്തു, കൂട്ടിച്ചേർത്തു. കൺഫിസ്കേറ്റഡ് മീൻസ് കൂട്ടിച്ചേർക്കുക. As a result, the government acquires assets worth at least 2 billion livres. അങ്ങനെ പ്രിവിലേജസിനെ എല്ലാം എടുത്തു കളഞ്ഞപ്പോൾ ദ ഗവൺമെന്റ് അക്വയർ, ഗവൺമെന്റിന് നേടിയെടുക്കാൻ കഴിഞ്ഞു അറ്റ്ലീസ്റ്റ് 2 ബില്യൺ ലിവേഴ്സ്, 200 കോടി ഫ്രാൻസിന്റെ ലിവേഴ്സ് അവർക്ക് ഗവൺമെന്റിന് തന്നെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചിരുന്നു. അണ്ടർസ്റ്റാൻഡ്? What was the result of this revolution? Louis XVI finally accorded recognition to the National Assembly and accepted the principle that his powers would from now on be checked by a constitution. The king ruled their country on the basis of the rule of constitution. കോൺസ്റ്റിറ്റ്യൂഷന്റെ റൂളിനനുസരിച്ച് ഭരണം നടത്തുവാനായിട്ട് തുടങ്ങിയിരുന്നു. On the night of 4th August 1789, the assembly passed a decree. Decree means official order. Abolishing the feudal system of obligations and taxes. Taxesum അതുപോലെ തന്നെ ഫ്യൂഡൽ പ്രിവിലേജസും എല്ലാം തന്നെ ഒഴിവാക്കേണ്ടി വന്നു. Members of the clergy too were forced to give up their privileges. Clergy, first and second excelsior people have special privileges. അതെല്ലാം അവർ gave up. Give up means abandoned, ഉപേക്ഷിച്ചു. Tithes were abolished and lands owned by church were confiscated. Confiscated means കണ്ടെടുക്കുക, ഗവൺമെന്റിലേക്ക് കെട്ടുക. As a result, the government acquires assets worth at least 2 billion livres. അങ്ങനെ ഫ്രാൻസിലെ ഗവൺമെന്റിന് 200 കോടി ലിവേഴ്സ് കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. These are the impact and results of French Revolution. I hope you understood this concept. Read the text well. Thank you, children. Thank you so much.